Hello, good morning, students. Hello. Hello, കേൾക്കാമോ? Hello, good morning. Hello. Good morning, students. Hello. ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ, ഓഡിബിൾ ആണല്ലോ? വോയിസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ? അത്യാവശ്യം കേൾക്കാൻ പറ്റുന്ന വോയിസ് ഉണ്ടോ? സൗണ്ട് കുറവൊന്നുമില്ലല്ലോ? ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടിരുന്ന ഈ ഒരു പ്രോബ്ലം ആയിരുന്നു. ക്വസ്റ്റ്യൻ കാണാമല്ലോ, പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാം സാർ, കാണാം. ഓക്കെ, ഓക്കെ. ക്വസ്റ്റ്യൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയ പ്രോബ്ലം ഇതായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? വിസിബിൾ ആണോ? ലേറ്റ് ജോയിനേഴ്സ് ഉണ്ട്. ഓക്കെ, വിസിബിൾ ആണല്ലോ അല്ലേ? ഹലോ. ഓക്കെ, ഈ പ്രോബ്ലം ചെയ്ത് നോക്കിയായിരുന്നോ? ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ? പ്രോബ്ലം ചെയ്ത് നോക്കിയായിരുന്നോ ആരെങ്കിലും? ചെയ്ത് നോക്കിയായിരുന്നടേ? ഇതെങ്ങനെയാ ചെയ്യാ? ഇനി ഐഡിയ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രീവിയസ് പ്രോബ്ലത്തിന്റെ സിമിലർ പാറ്റേൺ ആയിട്ടുള്ള പ്രോബ്ലം ആണ് ഇതും. സെയിം പാറ്റേണിൽ വരുന്ന പ്രോബ്ലം ആണ്. ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക? ആ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ നമുക്ക് രണ്ട് മൂവ്മെന്റ് വരുന്നുണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റും വരുന്നുണ്ട്. ഇങ്ങനെ വെഹിക്കിൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വരുന്നുണ്ട്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വരുന്നുണ്ട്. അത് കൂടാതെ വെർട്ടിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ് വരും. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഈ ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് നെറ്റ് റിസൾട്ടന്റ് മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ ആണല്ലോ? നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് വെർട്ടിക്കൽ മോഷൻ മാത്രമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ബൈക്ക് താഴേക്ക് മാത്രം മൂവ് ചെയ്യുന്നു എന്നുള്ളത്. നമുക്ക് യഥാർത്ഥത്തിൽ ബൈക്ക് എങ്ങനെയാണ്? ഹൊറിസോണ്ടലും ഉണ്ട്, വെർട്ടിക്കലും ഉണ്ട്. രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് മോഷനാണ്. എങ്ങനെയാണ് വരുന്നത്? വെഹിക്കിൾ മൂവ്മെന്റ് എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ ഈ ഒരു ഡയറക്ഷൻ ഇങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് അല്ലേ? മോട്ടോർ സൈക്കിളിസ്റ്റ് വാണ്ട്സ് ടു ജമ്പ് ഓവർ എ ഡിച്ച്. ഈ ഒരു ഡിച്ച് ജമ്പ് ചെയ്ത് പോകണം. ഈ ഡിച്ചിനകത്ത് വീഴാൻ പാടുണ്ടോ? പാടില്ല. നമുക്ക് 4 മീറ്റർ കഴിഞ്ഞതിന് ശേഷം വേണം അത് ലാൻഡ് ചെയ്യാൻ. അതിനൊക്കെ തന്നെ ഹൈറ്റ് 2 മീറ്റർ ചടയും വേണം. അപ്പോൾ മൊത്തത്തിൽ വെർട്ടിക്കൽ മൂവ്മെന്റ് ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഉണ്ട്, അതിനൊക്കെ തന്നെ ഒരു വെർട്ടിക്കൽ മൂവ്മെന്റ്, രണ്ട് മൂവ്മെന്റ് വരുന്നുണ്ട് അവിടെ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ?
കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല ആരും. എന്താ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നേ? ഹാഫിസ്, മുഹമ്മദ് ഹാഫിസ് ഓൺലൈൻ ഉണ്ടോ? മുഹമ്മദ് ഹാഫിസ്. യെസ് സാർ, ഓൺലൈൻ. ഓക്കെ ഓക്കെ. രാജേഷ് കെ ഓൺലൈൻ ഉണ്ടോ? ഉണ്ട് സാർ. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഫോളോ ചെയ്യുക, ക്ലാസ് ഫോളോ ചെയ്യുക എല്ലാവരും. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂവ്മെന്റ് ആണ് വരുന്നത്. ഒന്ന് ഹൊറിസോണ്ടൽ മൂവ്മെന്റ്, ബൈക്ക് ഹൊറിസോണ്ടലി മൂവും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തന്നെ ബൈക്ക് ഈ ഒരു സർഫസ് കഴിയുമ്പോൾ താഴേക്ക് ഒരു മൂവ്മെന്റ് വരുന്നത്, ചേർന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് മോഷൻ ആയിട്ടാണ് ഇത് വരേണ്ടത് അല്ലേ. അപ്പോൾ ഇത് ഈ ഡിച്ചിൽ വീഴാൻ പാടില്ല. മോട്ടോർ സൈക്കിളിസ്റ്റ് വാണ്ട്സ് ടു ജംപ് ഓവർ എ ഡിച്ച് ആസ് ഷോൺ ഇൻ ഫിഗർ. ഓക്കെ. അപ്പോൾ ഫൈൻഡ് ദ നെസസറി മിനിമം വെലോസിറ്റി അറ്റ് എയിൽ നിന്ന് ജമ്പ് ചെയ്യുമ്പോൾ ഉള്ള മിനിമം വെലോസിറ്റി എത്രയായിരിക്കണം, സോ ദാറ്റ് ഹി ഡസ് നോട്ട് ഫോൾസ് ഇൻ ടു ദ ഡിച്ച്. എത്ര മിനിമം വെലോസിറ്റി ഉണ്ടെങ്കിൽ അയാൾ ഈ ഡിച്ചിൽ വീഴാതെ, ഈ കുഴിയിൽ വീഴാതെ നേരെ ജമ്പ് ചെയ്ത് അങ്ങ് പോകും. ഓക്കെ. ഫൈൻഡ് ദ നെസസറി മിനിമം വെലോസിറ്റി അറ്റ് എ ഇൻ കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ പെർ അവറിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് മിനിമം വെലോസിറ്റി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു കൺവേർട്ട് ദാറ്റ് ആൻസർ ടു കിലോമീറ്റർ പെർ അവർ. ഓക്കെ. അപ്പോൾ ആ മിനിമം വെലോസിറ്റി എത്ര വേണം അയാൾ ജമ്പ്, നമുക്ക് പതുക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇയാൾ ഈ കുഴിയിൽ വന്നങ്ങ് വീണു പോകും അല്ലേ. അപ്പോൾ നമുക്ക് ഇച്ചിരി ഒരു പർട്ടിക്കുലർ വെലോസിറ്റി പോയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അയാൾ ഈ ഒരു കുഴി ചാടി ഇപ്പുറത്ത് വീഴത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അതിനകത്തൊരു രണ്ട് മൂവ്മെന്റ്, ഒന്ന് വെർട്ടിക്കൽ മൂവ്മെന്റ് ഉണ്ട്, ഒന്ന് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ വെർട്ടിക്കൽ മൂവ്മെന്റ് താഴേക്ക് ഇത്ര മീറ്റർ, 2 മീറ്റർ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ മീറ്ററിൽ എത്രയാണ് നെറ്റ് വരേണ്ടത്? നമ്മൾ കുഴി വീഴാതിരിക്കാൻ നെറ്റ് ഇവിടെ നിന്ന് എയിൽ നിന്ന് ബി വരെ 2 മീറ്റർ താഴേക്ക് മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. എവിടം തൊട്ട് എവിടം വരെ വരുമ്പോൾ, ഇവിടം തൊട്ട് ഇവിടം വരെ വരുമ്പോൾ 2 മീറ്റർ, 4 മീറ്റർ മൂവ് ചെയ്യുമ്പോൾ, 4 മീറ്റർ ഹൊറിസോണ്ടൽ, 4 മീറ്റർ ഹൊറിസോണ്ടൽ മൂവ് ചെയ്യുമ്പോൾ, 4 മീറ്റർ ഹൊറിസോണ്ടൽ മൂവ് ചെയ്യുമ്പോൾ 2 മീറ്ററെ താഴേക്ക് മൂവ് ചെയ്യാൻ പാടുള്ളൂ. 2 മീറ്ററെ താഴേക്ക് മൂവ് ചെയ്യാൻ പാടുള്ളൂ. 2 മീറ്ററെ വെർട്ടിക്കലി താഴേക്ക് മൂവ് ചെയ്യാൻ പാടുള്ളൂ. 4 മീറ്റർ നമ്മൾ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് വരുമ്പോൾ 2 മീറ്റർ താഴേക്ക് മൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 4 മീറ്റർ മൂവ്മെന്റ് വരുമ്പോൾ തന്നെ 2 മീറ്റർ മൂവ്മെന്റ് വരാൻ പാടുള്ളൂ. അപ്പോൾ 4 മീറ്ററിന് ഒരു 3 മീറ്റർ മൂവ് ചെയ്തപ്പോൾ 2 മീറ്റർ താഴേക്ക് പോയി കഴിഞ്ഞാൽ കുഴി കിടക്കും. മനസ്സിലാവുന്നുണ്ടോ? 3 മീറ്റർ, ഇപ്പൊ 3 മീറ്റർ ആണ് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് വന്നത്, മറ്റടുത്ത് 2 മീറ്റർ കൂടുതൽ വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ആ വ്യക്തി ആ കുഴിയിൽ വീഴില്ലേ? വീഴുമോടെ? മനസ്സിലാവുന്നുണ്ടോ കണക്ക് പറഞ്ഞു? വീഴും. അപ്പോൾ ആ വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ 4 മീറ്റർ മൂവ് ചെയ്യുമ്പോൾ 2 മീറ്റർ മൂവ് ചെയ്യണം. അതായത് 2 മീറ്റർ മൂവ് ചെയ്യുന്നത് 4 മീറ്റർ മൂവ് ചെയ്യുന്നത് സെയിം ടൈമിലായിരിക്കണം. വ്യക്തമാണോ? 2 മീറ്റർ മൂവ് ചെയ്യുന്നതും 4 മീറ്റർ മൂവ് ചെയ്യുന്നതിന്റെ ടൈം സെയിം ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? 2 മീറ്റർ മൂവ് ചെയ്യുന്ന ടൈം ഫോർ 2 മീറ്റർ ആൻഡ് 4 മീറ്റർ. 2 മീറ്റർ വെർട്ടിക്കൽ ആണേ. 2 മീറ്റർ വെർട്ടിക്കൽ ആൻഡ് 4 മീറ്റർ ഹൊറിസോണ്ടൽ should be same. Time for 2 meter and 4 meter, that is for 2 meter for vertical, 2 meter vertical and 4 meter horizontal should be സെയിം. രണ്ടും സെയിം ആയിരിക്കണം. 2 മീറ്റർ വെർട്ടിക്കൽ മൂവ്മെന്റും 4 മീറ്റർ ഹൊറിസോണ്ടൽ മൂവ്മെന്റും രണ്ടും സെയിം ടൈമിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ അയാൾ കുഴിയിൽ വീഴാതിരിക്കത്തുള്ളൂ. ഓക്കെ. അതായത് 4 മീറ്ററിനെക്കാട്ടിലും കൂടുതൽ വന്നാലും കുഴപ്പമില്ല, പക്ഷെ അതിനേക്കാളും കുറയാൻ പാടില്ല. ഓക്കെ. ആ വെർട്ടിക്കൽ മൂവ്മെന്റ് നമുക്ക് ആ 4 മീറ്ററിനെക്കാളും കൂടുതൽ വന്നാലും പാടില്ല, കുഴപ്പമില്ല, പക്ഷെ കുറയാൻ പാടില്ല. അപ്പൊ നമുക്ക് എത്ര വെലോസിറ്റിയിൽ ഇയാൾ, മിനിമം എത്ര വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ജമ്പ് ചെയ്ത് പോകും? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ പാറ്റേൺ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൺസിഡർ ചെയ്യേണ്ട 2 മൂവ്മെന്റുകളുണ്ട്. ഒരു വെർട്ടിക്കൽ മൂവ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു വെർട്ടിക്കൽ മൂവ്മെന്റ് പറഞ്ഞു, പിന്നെ ഒരു ഹൊറിസോണ്ടൽ മൂവ്മെന്റ് പറഞ്ഞു. വെർട്ടിക്കൽ മൂവ്മെന്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു 2 മീറ്റർ ആണ് മാക്സിമം മൂവ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. 2 മീറ്റർ മൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ 2 മീറ്റർ മൂവ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഫസ്റ്റ് വെർട്ടിക്കൽ മൂവ്മെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ഐ ആം ഗോയിങ് ടു റൈറ്റ് വെർട്ടിക്കൽ, കൺസിഡറിങ് വെർട്ടിക്കൽ മൂവ്മെന്റ്. വെർട്ടിക്കൽ മൂവ്മെന്റ് മാത്രം കൺസിഡർ ചെയ്യാൻ നമ്മൾ ആദ്യമേ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് എങ്ങനെ കൺസിഡർ ചെയ്യാം? അപ്പോൾ അതിനകത്ത് എന്താ പറയുന്നത്? വെർട്ടിക്കൽ മോഷൻ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് എ ടു ബിയിൽ വെർട്ടിക്കൽ മോഷൻ, എ ടു ബിയിൽ, എ ഇതാണ്, ബി ഇതാണ്, എ ടു ബിയിൽ നമ്മൾ വെർട്ടിക്കൽ മോഷനാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. വെർട്ടിക്കൽ മോഷൻ ഈസ് 2 മീറ്റർ. അപ്പോൾ അതിനകത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് ഈ താഴേക്ക് പോകുന്നത് അല്ലേ. അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. നമ്മൾ ഇതേ പാറ്റേൺ നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിലും ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനാണ് ഉപയോഗിച്ചത്? S = ut + ½ gt². ഇതിൽ എസ് എന്ന് പറയുന്നത് എത്രയാണ്?
S is the distance traveled. S is equal to ut plus half gt square ആണ്. A to B താഴെ വെർട്ടിക്കൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് താഴേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് എന്ത് വരും? ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് എന്ത് വരും? എസ് ഇസിക്കൽ ടു എത്രയാണ്? 2 മീറ്റർ. ഹൈറ്റ്, വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. യു എന്ന് പറയുന്നത് എത്രയാണ്? ഇനിഷ്യൽ വെലോസിറ്റി എത്ര വരും? ഇനിഷ്യൽ വെലോസിറ്റി എത്ര വരും ഇവിടെ? താഴേക്കുള്ള മൂവ്മെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വെർട്ടിക്കലി താഴേക്കുള്ള മൂവ്മെന്റ്, വെഹിക്കിളിന്റെ താഴേക്കുള്ള മൂവ്മെന്റ്, എയിൽ നിന്നും താഴേക്കുള്ള മൂവ്മെന്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ, വെഹിക്കിൾ എ എന്ന് പറയുന്ന പൊസിഷനിലെത്തി അവിടെ നിന്ന് താഴേക്കുള്ള മൂവ്മെന്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് യു? ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദ വെഹിക്കിൾ 0. താഴേക്ക് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ 0 ആണ് കേട്ടോ. ഹൊറിസോണ്ടൽ അല്ല ഞാൻ പറയുന്നത്, താഴേക്കുള്ള മൂവ്മെന്റ് ആണ്. വെഹിക്കിൾ എന്ത് ചെയ്യുന്നു? വെഹിക്കിൾ താഴേക്ക് മൂവ് ചെയ്യുമ്പോഴുള്ള കേസാണ് പറയുന്നത്. ഓക്കെ, വെഹിക്കിൾ താഴേക്കുള്ള മൂവ്മെന്റ് ആണ് പറയുന്നത്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ട്, താഴേക്കുള്ള മൂവ്മെന്റ് ആണ് പറയുന്നത്. രണ്ടും കൂടി ചേർന്നിട്ടുള്ള വെലോസിറ്റി ആണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ താഴേക്കുള്ള മൂവ്മെന്റ് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു എ പൊസിഷനിൽ എത്തുമ്പോൾ താഴേക്ക് എന്ന് പറയുന്നത് ഫ്രീ ഫോൾ ആണ്. താഴേക്ക് ഫ്രീ ഫോൾ വരുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ക്ലിയർ ആണല്ലോ? വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് u0 വന്നത്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇതേ രീതി തന്നെയാണ് എടുത്തത്. താഴേക്കുള്ള വെർട്ടിക്കൽ, നമ്മൾ ആ ഫ്ലൈറ്റിനകത്തുനിന്ന് ബോംബ് ലോഞ്ച് ചെയ്യുമ്പോഴുള്ള കേസ്, താഴേക്കുള്ള വെർട്ടിക്കൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്, പക്ഷേ വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടാവില്ല. ഹൊറിസോണ്ടൽ വെലോസിറ്റി ആ ഫ്ലൈറ്റിന്റെ കേസിൽ കൺസിഡർ ചെയ്ത ഫ്ലൈറ്റിൽ നിന്ന് ബോംബ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റിന്റെ അതേ വെലോസിറ്റി ആയിരിക്കും ഹൊറിസോണ്ടൽ വെലോസിറ്റി വരിക. പക്ഷേ വെർട്ടിക്കൽ വെലോസിറ്റി ഓഫ് ദ ബോംബ് എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ u ഇസിക്കൽ ടു 0 വന്നു, s ഇസിക്കൽ ടു 2 വന്നു. പിന്നെ g നമുക്കറിയാം 9.81. ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടൈം കണ്ടുപിടിക്കാം. ടൈം ഫോർ വെർട്ടിക്കൽ ട്രാവൽ. 2 മീറ്റർ ട്രാവൽ ചെയ്യാനുള്ള ടൈം എടുക്കും. ടൈം കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ടൈം? ടൈം കണ്ടുപിടിച്ചാൽ എഴുതിയെന്ന് വെർട്ടിക്കൽ മൂവ്മെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ടൈം കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ടൈം? കണ്ടുപിടിച്ച ടൈം എത്രയാണ്? ടി എത്ര വന്നു പറഞ്ഞേ? വാട്ട് ഈസ് ടൈം? ടി ഇസ് ഇക്വൽ ടു എത്ര വന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏത് ഇക്വേഷൻ? എസ് ഇസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 2 ഇസ് ഇക്വൽ ടു എസ്, ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. വെർട്ടിക്കൽ മൂവ്മെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എ ടു ബി എന്നുള്ള വെർട്ടിക്കൽ മൂവ്മെന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എസ് ഇസ് ഇക്വൽ ടു 2 മീറ്റർ ആണ്. വെർട്ടിക്കലി 2 മീറ്റർ ആണ് വരുന്നത്. അത് യു ഇസ് ഇക്വൽ ടു 0 ആയതുകൊണ്ട് ഈ ടേം പോയി. യു ഇസ് ഇക്വൽ ടു 0 ആയതുകൊണ്ട് യു ടി എന്ന് പറയുന്നത് 0 ആയിപ്പോയി. പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ, ഹാഫ് ഇൻറ്റു 9.81 ഇൻറ്റു ടി സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്ന് ടി കണ്ടുപിടിച്ചേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടി. 0.63. ടി എത്ര വന്നു? ടി സ്ക്വയർ ഇസ് ഇക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 9.81 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, കറക്റ്റ് അല്ലേ? 4 ഡിവൈഡ് ബൈ 9.81 എന്ന് വന്നു. എത്ര വന്നു? ടി ഇസ് ഇക്വൽ ടു ടി സ്ക്വയറിന്റെ ഒരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഇസ് ഇക്വൽ ടു എന്ന് വന്നിട്ട് കിട്ടും. എത്ര വന്നു? 0.63. ടി ഇസ് ഇക്വൽ ടു 0.63 സെക്കൻഡ്സ്. കാരണം മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ എടുത്തത്. മീറ്റർ പെർ സെക്കൻഡും ഒക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എസ് ഐ യൂണിറ്റിൽ സെക്കൻഡ് തന്നെ വരത്തുള്ളൂ. ടി ഇസ് ഇക്വൽ ടു സെക്കൻഡ്. അപ്പോൾ ഈ 0.63 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം. 2 മീറ്റർ താഴേക്ക് വരുന്നതിന്, വെഹിക്കിൾ 2 മീറ്റർ താഴേക്ക് ഫ്രീലി ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സെക്കൻഡ് എടുക്കും? 0.63 സെക്കൻഡ് എടുക്കും. ഈ 0.63 സെക്കൻഡ് കൊണ്ട് ഹൊറിസോണ്ടലി എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം? 4 മീറ്റർ. ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? അവിടെ ഡൗട്ട് വരാൻ പാടില്ല. അതായത് ഈ 0.63 സെക്കൻഡ് കൊണ്ട് 4 മീറ്റർ അങ്ങ് കഴിയണം. അപ്പൊ എത്ര വെലോസിറ്റിയിൽ പോകണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നോക്കുക, ഇതിനകത്ത് എത്ര വെലോസിറ്റി വേണം? മിനിമം വെലോസിറ്റി. അതായത് ഇവിടെ വേണമെങ്കിൽ നോട്ട് ചെയ്തേക്കുക. ദ വെഹിക്കിൾ ടേക്സ് 0.63 seconds to fall vertically over a distance 2 meter, 2 meter. For the vehicle
ഫോർ ദ വെഹിക്കിൾ നോട്ട് ടു ഫോൾ ഇൻ ദ ഡിച്ച്. നോട്ട് ഇറ്റ് ഞാനിവിടെ മാച്ചിട്ട് എഴുതാമേ. ഫോർ ദ വെഹിക്കിൾ not to fall in the ditch, it should travel horizontal. ഇത് എഴുതണമെന്നില്ല കേട്ടോ, നിർബന്ധമില്ല. നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ എഴുതാൻ പറഞ്ഞ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 4 meter at this time. That is 0.63 സെക്കൻഡിൽ 4 മീറ്റർ ഹൊറിസോണ്ടൽ ട്രാവൽ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഡിച്ചിൽ വീഴാതിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഡിച്ചിൽ വീണിരിക്കും. മനസ്സിലായോ? അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ദ വെഹിക്കിൾ ടേക്സ് 0.63 seconds ടു ഫോൾ വെർട്ടിക്കലി ഓവർ ഡിസ്റ്റൻസ് 2 മീറ്റർ. 2 മീറ്റർ വെർട്ടിക്കലി താഴേക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 0.63 സെക്കൻഡ്. ഫോർ ദ വെഹിക്കിൾ നോട്ട് ടു ഫോൾ ഇൻ ദ ഡിച്ച് ഇറ്റ് ഷുഡ് ട്രാവൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 4 മീറ്റർ അറ്റ് ദിസ് ടൈം. ഈ ടൈം കൊണ്ട് 4 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കും. ക്ലിയർ ആണോടെ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് അതിന് വെലോസിറ്റി കണ്ടുപിടിച്ചേ. ഹൊറിസോണ്ടൽ വെലോസിറ്റി കണ്ടുപിടിച്ചേ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ. വാട്ട് ഈസ് ഹൊറിസോണ്ടൽ വെലോസിറ്റി? ഈ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ മെൻഷൻ ചെയ്തേക്കട്ടാ. ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതിയത് നിങ്ങൾക്ക് നോക്കി എഴുതിയാൽ മതി. ഓക്കെ ആണോ? അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഹൊറിസോണ്ടൽ വെലോസിറ്റി? സ്പീഡ് ഈസ് ഇക്വൽ ടു എന്താണ്? സ്പീഡ് ഓർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ആണ്. ഹൊറിസോണ്ടൽ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് തന്നെ എഴുതാം. ഹൊറിസോണ്ടൽ, therefore ഹൊറിസോണ്ടൽ വെലോസിറ്റി മിനിമം ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ്. മിനിമം എന്ന് എഴുതാം. മിനിമം വെലോസിറ്റി, ഡിച്ച് വീഴാതെ നേരെ പോകാൻ വേണ്ടിയിട്ടുള്ള മിനിമം വെലോസിറ്റി എത്ര വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിനിമം വെലോസിറ്റി ഈക്വൽ ടു സ്പീഡ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം. ഡിസ്റ്റൻസ് എത്രയാണ്? 4 മീറ്റർ. ടൈം എത്രയാണ്? 0.63 സെക്കൻഡ്സ്. അതായത് 4 മീറ്റർ 0.63 സെക്കൻഡ്സിൽ കവർ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി എത്ര വരും? 4 മീറ്റർ ഡിവൈഡഡ് ബൈ 0.63 എത്ര വന്നേ? 6.34. 6.34 ആണോ? 3.5 എടുക്കാം. 3.5 എടുക്കാം. 3.5 ഏതായാലും നമുക്ക് ആൻസർ നിങ്ങൾ നോക്കുക, കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. 6.35 മീറ്റർ പെർ സെക്കൻഡ്. ബട്ട് വി നീഡ് ദ ആൻസർ ഇൻ കിലോമീറ്റർ പെർ അവർ. ഇതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 18/5. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അവിടെ ഈക്വൽ ടു കിലോമീറ്റർ പെർ അവർ. എത്ര വരും കിലോമീറ്റർ പെർ അവറിൽ? കിലോമീറ്റർ പെർ അവറിൽ എത്ര വരും? 6.35 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ പെർ അവർ എത്രയാണ്? മിനിമം വെലോസിറ്റി ഇൻ കിലോമീറ്റർ പെർ അവർ. കാൽക്കുലേറ്റ് ചെയ്യടേ. ഹലോ, 22.86. 22.86. ദാറ്റ് ഇസ് ദ കിലോമീറ്റർ പെർ അവർ. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ട് കഴിഞ്ഞു. ദാറ്റ് ഇസ് ദ മിനിമം വെലോസിറ്റി അറ്റ് എ ഇൻ കിലോമീറ്റർ പെർ അവർ ഓഫ് ദ മോട്ടോർ സൈക്കിൾ. ഇത്രയും കാര്യം ചിന്തിച്ചാൽ മതി. വളരെ എളുപ്പമാണ്. 2 മീറ്റർ താഴേക്ക് മൂവ് ചെയ്യുന്ന സമയം കൊണ്ട് 4 മീറ്റർ കവർ ചെയ്തിരിക്കണം. അപ്പോൾ ഉള്ള മിനിമം വെലോസിറ്റി അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. 2 മീറ്റർ താഴേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് s = ut + ½ gt² എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ut എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി താഴേക്ക് ഫ്രീ ഫോൾ ആണ്.
അപ്പോൾ യു ടി എന്ന് പറയുന്നത് 0 ആയിപ്പോയി. എസ് ഇക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ ആയി. അതിൽ നിന്ന് ടൈം കിട്ടും. ടൈം കിട്ടിക്കഴിഞ്ഞാൽ ആ ടൈമാണ് വെർട്ടിക്കലി താഴേക്ക് മൂവ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. 2 മീറ്റർ താഴേക്ക് മൂവ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ആ പറഞ്ഞേക്കുന്നത്. ഈ 2 മീറ്റർ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? 4 മീറ്റർ കവർ ചെയ്തിരിക്കണം. 4 മീറ്റർ കവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിച്ചിൽ വീഴും. ഹൊറിസോണ്ടലി 4 മീറ്റർ കവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ തന്നെ ഹൊറിസോണ്ടലി 4 മീറ്റർ കവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കുഴിയിൽ വീഴും. അപ്പോൾ 4 മീറ്റർ ഹൊറിസോണ്ടലി ഈ ടൈമിൽ കവർ ചെയ്യണം. 0.63 എന്ന് പറയുന്ന ടൈമിലാണ് നമുക്ക് ടൈമാണ് കിട്ടിയത് അല്ലേ? 2 മീറ്റർ താഴേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ടൈം എന്ന് പറയുന്നത് 0.63 ആണ്. ആ സമയം കൊണ്ട് 4 മീറ്റർ കവർ ചെയ്തിരിക്കണം. അപ്പോൾ അത് വെച്ചിട്ടുള്ള നമ്മൾ മിനിമം വെലോസിറ്റിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് വി നോ ദാറ്റ് സ്പീഡ് ഇസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈം. നമുക്കറിയാം എത്ര ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഹൊറിസോണ്ടലി മൂവ് ചെയ്യേണ്ടത്? 4 മീറ്റർ. അതിനെടുത്ത ടൈം എത്ര വരാൻ പാടുള്ളൂ? ഏത് ടൈമിലാണ് ഈ 4 മീറ്റർ നമുക്ക് കവർ ചെയ്യേണ്ടത്? നമുക്ക് ഓൾറെഡി കിട്ടി. വെർട്ടിക്കലിന്റെ കേസ് വെച്ചിട്ട് നമ്മൾ വെർട്ടിക്കലി 2 മീറ്റർ കവർ ചെയ്യാനുള്ള ഒരു ടൈം കണ്ടുപിടിച്ചു. ആ ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 4 മീറ്റർ കവർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കുഴിയിൽ വീഴും. അപ്പോൾ 4 മീറ്റർ ഡിവൈഡ് 0.63 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള മിനിമം വെലോസിറ്റി എത്ര വേണം? അതിന് താഴെ, ആ വെലോസിറ്റിയിൽ താഴെ പോയി കഴിഞ്ഞാൽ ആ കുഴി വീഴും. അതായത് 6.35 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 22.86 കിലോമീറ്റർ പെർ അവറിന് താഴെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെഹിക്കിള് കുഴിയിൽ വീഴും. വ്യക്തമാണോ? ക്ലിയർ ആണോ? ഓക്കെ, എളുപ്പമല്ലേ? ഫോളോ ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ഫോളോ ചെയ്യാതെ മനസ്സിലാകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പറയുക. വീണ്ടും പറയണമെന്നുണ്ടെങ്കിൽ പറയാം. സംഭവം ഇത് എളുപ്പമാണ്, പക്ഷെ അതിൻ്റെ പ്രോബ്ലം ചോദിക്കും. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ചെയ്ത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. സബ്ജക്റ്റ് ക്ലിയർ ആവില്ല, പാസ്സാവില്ല. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? അടുത്ത സെക്ഷൻ പറഞ്ഞേക്കുന്നത് എന്താണ്? ഓൾസോ ഫൈൻഡ് ദ ഇൻക്ലിനേഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓഫ് മോട്ടോർ സൈക്കിൾ ജസ്റ്റ് ആഫ്റ്റർ ക്ലിയറിംഗ് ദ ഡിച്ച്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഫൈനൽ വെലോസിറ്റി ഓഫ് ദ മോട്ടോർ സൈക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈനൽ വെലോസിറ്റി ഓഫ് ദ മോട്ടോർ സൈക്കിളും ഇൻക്ലിനേഷനും. എങ്ങനെ നമുക്ക് ഫൈനൽ വെലോസിറ്റി ഓഫ് ദ മോട്ടോർ സൈക്കിൾ കണ്ടുപിടിക്കാം? ഫൈനൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? അത് ആദ്യമേ പറയുക. ഇൻക്ലിനേഷൻ അവിടെ ഇരിക്കട്ടെ. ഇൻക്ലിനേഷൻ നമുക്കറിയാം. ഇൻക്ലിനേഷൻ ഹൊറിസോണ്ടൽ വെലോസിറ്റി വെർട്ടിക്കൽ വെലോസിറ്റിയും കൂടി ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇൻക്ലിനേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻക്ലിനേഷൻ എങ്ങനെ കണ്ടുപിടിക്കാടെ? സോറി, വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? എന്തായിരിക്കും ഫൈനൽ വെലോസിറ്റി? ഫൈനൽ വെലോസിറ്റി ഓഫ് ദ വെഹിക്കിൾ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ജമ്പ് ചെയ്തതിന് ശേഷമുള്ള വെലോസിറ്റി. അതിന് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ജമ്പ് ചെയ്തതിന് ശേഷമുള്ള താഴേക്കുള്ള വെലോസിറ്റി, ജമ്പ് ചെയ്തതിന് ശേഷമുള്ള ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഇത് രണ്ടും അറിഞ്ഞാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആണോ? നമ്മൾ മിനിമം വെലോസിറ്റി ഓഫ് ദ വെഹിക്കിൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഹൊറിസോണ്ടൽ 6.25 അല്ലെങ്കിൽ 6.35 ആണെന്നുള്ളത് കണ്ടുപിടിച്ചു. ഓക്കെ, ഹൊറിസോണ്ടലിൽ എത്ര വെലോസിറ്റി വേണമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. താഴേക്ക് മിനിമം വെലോസിറ്റി എത്ര വരും? താഴേക്കുള്ള ഫൈനൽ വെലോസിറ്റി എത്ര വരും? ഫൈനൽ വെലോസിറ്റി താഴേക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മറന്നുപോയോ കൈനമാറ്റിക്സിന്റെ ഇക്വേഷൻ? ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാണ്? ഫൈനൽ വെലോസിറ്റി വി ആണെന്നുണ്ടെങ്കിൽ ഫൈനൽ വെലോസിറ്റി വി ഈസ് ഇക്വൽ ടു വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് ദ ഫൈനൽ വെലോസിറ്റി താഴേക്ക്, ഡൗൺവേർഡ്സ്. ഇങ്ങനെ എഴുതാം. h by t. ഫൈനൽ വെലോസിറ്റി ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഫൈനൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി നമുക്കറിയാം. ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഫ്രീലി ഫോളിംഗ് ബോഡി ആണെന്നുണ്ടെങ്കിൽ 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഫൈനൽ വെലോസിറ്റി, അതായത് ഫ്രീലി ഫോളിംഗ് താഴേക്ക് വെർട്ടിക്കലി ഫ്രീലി ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി എത്ര വരും? താഴേക്കുള്ള ഫൈനൽ വെലോസിറ്റിയാണ്. വെർട്ടിക്കൽ വെലോസിറ്റി, ഡൗൺവേർഡ് ഡയറക്ഷൻ മീൻസ് വെർട്ടിക്കൽ. ഇത് ഹൊറിസോണ്ടലിലുള്ള വെലോസിറ്റി നമുക്ക് കിട്ടി. ഹൊറിസോണ്ടലിന്റെ ഫൈനൽ വെലോസിറ്റിയാണ് നമ്മളിത് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. വെർട്ടിക്കലിന്റെ വെലോസിറ്റിയാണ് നമ്മൾ ചോദിക്കുന്നത്. താഴേക്ക് ഫ്രീലി ഫോളിംഗ് ആകുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81. വാട്ട് വിൽ ബി വി വെർട്ടിക്കൽ? വി ഈസ് ഇക്വൽ ടു u പ്ലസ് ജി ടി. അപ്പോൾ അതിനകത്ത് u ഈസ് ഇക്വൽ ടു 0, v ഈസ് ഇക്വൽ ടു ജി ടി എന്ന് വരും.
അതിന് ടി നമുക്കറിയാം, ജി നമുക്കറിയാം, വി സിക്വൽ ടു എത്ര വന്നു? ഫൈനൽ വെലോസിറ്റി in vertical direction, that is 9.81 into ടി എത്രയായിരുന്നു? 0.63. എത്ര വന്നു? വി വെർട്ടിക്കൽ പറഞ്ഞേ. വി വെർട്ടിക്കൽ എത്ര വന്നു? എത്ര വന്നു വാല്യൂ? 6.18 meter. 6. എത്ര പേരുടെ കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. 6.18 6.18. 9.81 into 0.63. 6.18. 6.18 മീറ്റർ പെർ സെക്കൻഡ്. അത് വെർട്ടിക്കലാണ്, വി വെർട്ടിക്കലിറ്റി. അപ്പോൾ ഇത് കണ്ടുപിടിക്കാം. ഫൈനൽ വെലോസിറ്റി is the combination of these two velocities, that is v is equal to square root of v square plus vh square. v is equal to ഇവിടെ എഴുതാം ഫൈനൽ വെലോസിറ്റി, കാരണം പ്രൊജക്ടൈൽ മോഷൻ ആണ്. അപ്പോൾ രണ്ടും കൂടി കോമ്പിനേഷൻ വരും. ഹൊറിസോണ്ടൽ കോമ്പണന്റിന്റെ വെർട്ടിക്കൽ കോമ്പണന്റിന്റെയും കൂടി കോമ്പിനേഷൻ ആണ് വരുന്നത്. ഫൈനൽ വെലോസിറ്റി ഈസ് ഇക്വൽ ടു ഫൈനൽ വെലോസിറ്റി ഓഫ് ബൈക്ക് വി ഈസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് വി എച്ച് സ്ക്വയർ. എത്ര വന്നു? വി എച്ച് നമ്മൾ കണ്ടുപിടിച്ചു, വി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫൈനൽ വെലോസിറ്റി രണ്ടും കൂടി സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാം. കിലോമീറ്റർ പെർ അവർ ആക്കണ്ടേ? നമ്മളിത് രണ്ടും ഏത് നമ്മൾ എന്ത് ചെയ്യുക, മീറ്റർ പെർ സെക്കൻഡ് എടുക്കുക. 6. എസ് ഐ യൂണിറ്റ് തന്നെ ചെയ്യുന്നതായിരിക്കണം. വെലോസിറ്റി മാത്രമല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നേരത്തെ. വേണമെങ്കിൽ രണ്ടും നമുക്ക് കിലോമീറ്റർ പെർ അവറിൽ എടുക്കാം. ഇതിന് നമ്മൾ എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. 6.18 into 18/5 കിലോമീറ്റർ പെർ അവർ അങ്ങനെ എടുക്കാം. എന്നിട്ട് അത് രണ്ട് ഒരേ യൂണിറ്റ് ആയിരിക്കും നമ്മുടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ 2 മീറ്റർ പെർ സെക്കൻഡ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് ടോട്ടൽ വെലോസിറ്റി കിലോമീറ്റർ പെർ ലെവലോട്ട് 2 യൂണിറ്റിലും ചെയ്ത് വെച്ചേക്കുക. കാരണം കിലോമീറ്റർ പെർ അവർ എന്നുള്ള എടുത്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ടേ 2 യൂണിറ്റിലും ചെയ്ത് വെക്കാം. അതായത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആദ്യമേ മീറ്റർ പെർ സെക്കൻഡ്, വി വിയുടെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് അറിയാം. എത്രയാണ് വാല്യൂ? വി ഇൻ മീറ്റർ പെർ സെക്കൻഡ് 6.18. 6.18 സ്ക്വയർ പ്ലസ് വി എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 6.35. is equal to എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്തേ. ചെയ്തോ? വാല്യൂ കിട്ടിയോ? മീറ്റർ പെർ സെക്കൻഡിൽ എത്ര ചോദിച്ചുകൊണ്ടാണ് പെട്ടെന്ന് എത്ര ഫൈനൽ ആൻസർ? 31.9 kilometer per hour. 31.9 kilometer per hour. കറക്റ്റ്. മീറ്റർ പെർ സെക്കൻഡിൽ എത്ര വരും? മീറ്റർ പെർ സെക്കൻഡിൽ എത്ര വരും? നീവൺ ആർക്കും കിട്ടിയോ?
മീറ്റർ പെർ സെക്കൻഡോ 5/18 കൊണ്ട് ചെയ്താലും മതി. ഇതിനകത്ത് 5/18 ചെയ്താൽ മതി. നിങ്ങൾ കിലോമീറ്റർ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രണ്ടും ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഡയറക്ഷൻ ഇസിക്കൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡയറക്ഷൻ ഇസിക്കൽ ടു എന്താണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റി ബൈ വെർട്ടിക്കൽ വെലോസിറ്റി അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഇൻക്ലിനേഷൻ കിട്ടും. VH ഡിവൈഡഡ് ബൈ EV. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓൾറെഡി അറിയാം, വെർട്ടിക്കൽ വെലോസിറ്റി അറിയാം. അതിൽ നമുക്ക് ഡയറക്ഷൻ ഓഫ് ഏത് ഇൻക്ലിനേഷൻ ആംഗിളിലാണ് ഇൻക്ലൈൻ ചെയ്ത് വരുന്നത് എന്നുള്ളത് കിട്ടും. അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് VH ബൈ EV. VH ഉം VV അറിയാലോ. VH 6.35, VV 6.18. അതിന്റെ ടാൻ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ തീറ്റ കിട്ടി. ഓക്കെയാണോ? ചെയ്ത് നോക്കിയോ? കംപ്ലീറ്റ് ആയോടെ? ഓക്കെയാണോ? വാല്യൂ കിട്ടിയോ? ഇത് ചെയ്ത് നോക്കിയോ? മനസ്സിലാവാതെ ഉണ്ടോ ആരെങ്കിലും? മനസ്സിലാവാതെ ഉണ്ടോ? ഹലോ, വ്യക്തമാണോ ഇത് മെത്തേഡ്? അഷർ സലീം, ഓക്കെ സാർ. അഷർ സലീം ഓൺലൈൻ ഉണ്ടോ? സാർ. ഓക്കെ സാർ. ഫോളോ ചെയ്തോ? ആ. മനസ്സിലായോ? ഓക്കെ. സിയോൺ ഫോളോ ചെയ്തോ? യെസ് സാർ. ഓക്കെ. ജുബൈദ് ഓൺലൈൻ ഇല്ല. സഫ്വാൻ സലാം. ഹലോ. സഫ്വാൻ സലാം കേൾക്കുന്നില്ല. ഫോളോ ചെയ്തോ സഫ്വാൻ? സഫ്വാൻ കിട്ടായ? സുഹൈൽ. യെസ് സാർ. ഓക്കെ. അടുത്തതിലേക്ക് പോകാലോ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാലോ. ഓക്കെ. ഇത് പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. അതിന്റെ PDF ഞാനിടാം ഗ്രൂപ്പിൽ. അതിന്റെ സൊല്യൂഷൻ ഉണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. സിമിലർ പാറ്റേൺ വരുന്ന നമ്മൾ പ്രൊജക്ടൈൽ മോഷന്റെ പ്രോബ്ലം തന്നെയാണ്. ഡയറക്റ്റ് വാല്യൂ ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. എല്ലാവർക്കും വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാമല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം. ഹലോ, ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുന്നുണ്ടോ? ഹലോ ബാലു നിവേദ് ബാസി. ഓക്കെ. ക്വസ്റ്റ്യൻ ഞാൻ പറയാം. എ പ്രൊജക്ടൈൽ fired from the edge of a 150 meter high cliff. A projectile fired from the edge of a 150 meter. ഒരു മിനിറ്റ്, ഒരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് മിസ്സായെന്ന് തോന്നുന്നല്ലേ? ഒരു മിനിറ്റ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ. മാറിപ്പോയതാണ്. ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് മറ്റൊന്ന് ചെയ്താൽ മതി.
A body is projected at such an angle that the horizontal range is 3 times the greatest height. Find the angle of projection. കണ്ടോ, വളരെ ഇതായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, വളരെ സിമ്പിളായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡേറ്റയും തന്നിട്ടില്ല, വാല്യൂസ് വേറെ ഒന്നും തന്നിട്ടില്ല. നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും ഈ പ്രോബ്ലം? എങ്ങനെ ചെയ്യാം? എന്തുവാ തന്നിരിക്കുന്ന കണ്ടീഷൻ? A body is projected at such an angle that the horizontal range is 3 times the greatest height. അതിൻ്റെ മാക്സിമം ഹൈറ്റിന് 3 ടൈംസ് ആണ് അതിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച്. എങ്ങനെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? എന്തൊക്കെയാണ് തന്നേക്കുന്നത്? എന്തൊക്കെയാണ് കണ്ടീഷനാണ് തന്നേക്കുന്നത്? ഹൊറിസോണ്ടൽ റേഞ്ച്, ഹൊറിസോണ്ടൽ റേഞ്ച്, ഹൊറിസോണ്ടൽ റേഞ്ച്, ഹൊറിസോണ്ടൽ റേഞ്ച്, ഹൊറിസോണ്ടൽ റേഞ്ച് നമ്മൾ കൊടുക്കുന്ന ഡെസിഗ്നേഷൻ എന്താണ്? ആറാണ് അല്ലേ? ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ആർ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു മാക്സിമം ഹൈറ്റ്. ഇതാണ് തന്നിരിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ ഗിവൺ എന്ന് എഴുതരുത്, ഗിവൺ, ഗിവൺ കണ്ടീഷൻ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ. ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ഈക്വൽ ടു 3 ടൈംസ് ദ മാക്സിമം ഹൈറ്റ്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ആംഗിൾ, ആംഗിൾ ഓഫ്, എന്താ ആംഗിൾ പറഞ്ഞാൽ? ബോഡി ഈസ് പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ഈക്വൽ ടു 3 ടൈംസ് മാക്സിമം ഹൈറ്റ്. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരേ ഒരു കണ്ടീഷൻ. വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ ഹൊറിസോണ്ടൽ റേഞ്ച്? ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് നോക്കിയേ. എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ? ഹൊറിസോണ്ടൽ U റേഞ്ച് square by G into sin 2y. ഡയറക്റ്റ് ഇക്വേഷൻ ആണിത്. ആ ഇക്വേഷൻ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത്. ഇക്വേഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ, ഡെറൈവ് ഒന്നും ചെയ്യണ്ട. ഹൊറിസോണ്ടൽ റേഞ്ച് ആർ ഇസ് ഈക്വൽ ടു, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 ആൽഫ ഡിവൈഡഡ് ബൈ ജി അല്ലേ? ആണോടെ? ആണോ? ഇക്വേഷൻ ഫോർ മാക്സിമം ഹൈറ്റ് മറിച്ച് നോക്കുക. നിങ്ങൾ നേരത്തെ എഴുതിയിട്ടുള്ളതാണ് ഇതെല്ലാം. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താണ്? മാക്സിമം ഹൈറ്റ് നമ്മൾ കൊടുത്ത ഡെസിഗ്നേഷൻ എച്ച് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എച്ച് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? എച്ച് മാക്സ് ഇസ് ഈക്വൽ ടു മാക്സിമം ഹൈറ്റ്. എത്രത്തോളം ഹൈറ്റ് മാക്സിമം പോകും? യു സ്ക്വേർഡ് സൈൻ സ്ക്വേർഡ് ആൽഫ ഡിവൈഡഡ് ബൈ 2g. ഈ രണ്ട് ഇക്വേഷനുകളും ഇത് വെച്ച് ഇത് പ്രൊജക്ട് ഇക്വേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ 2 ആൽഫ ഡിവൈഡഡ് ബൈ ജി. ഹൊറിസോണ്ടൽ റേഞ്ച് അതാണ്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ 2g. ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതും കൂടി ഒന്ന് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2u സൈൻ ആൽഫ ബൈ ജി, 2u സൈൻ ആൽഫ ബൈ ജി. ക്ലിയർ ആണോ?
ഇടയ്ക്ക് കോൾ വന്നുകൊണ്ടാണ് കട്ടായത്. ഓക്കെ, ഇക്വേഷൻസ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ഇക്വേഷൻസ് തറവായിരിക്കണം. അതായത് ആർ ഇസ് ഇക്വൽ ടു റേഞ്ച് ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ഇക്വൽ ടു യു സ്ക്വയർ സൈൻ 2 ആൽഫ ബൈ ജി, മാക്സിമം ഹൈറ്റ് ഇസ് ഇക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ 2g, ആൻഡ് ടൈം ഇസ് ഇക്വൽ ടു 2u സൈൻ ആൽഫ ബൈ ജി. പിന്നെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ വേറെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? എന്താണ് വൈയും എക്സും തമ്മിലുള്ള ഇക്വേഷൻ? വെർട്ടിക്കൽ ഹൈറ്റും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ. y is equal to x tan alpha minus gx square by 2u square cos squared alpha. x tan alpha minus gx squared by 2u square cos squared alpha. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് ഒന്നുണ്ട്, ഇത് രണ്ടുണ്ട്. ഇത് രണ്ടും കൂടി ചെയ്തിട്ട് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഗിവൻ കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഗിവൻ കണ്ടീഷനിൽ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് കേൾക്കുന്നുണ്ടോ? ആ സാർ. ഇത് ഗിവൻ കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. Substituting in given condition, that is എന്താണ് given condition? u square sin 2 alpha is equal to range is equal to r is equal to എന്താണ് 3h എന്നാണ് തന്നേക്കുന്നത്. 3h max ആണ് given condition. That is u squared sin 2 alpha by g is equal to u squared sin squared 3 into u squared sin squared alpha by 2g. ഇതല്ലേ ഇക്വേഷൻ? ഇതല്ലേ റിലേഷൻ? കണ്ടീഷൻ തന്നിരിക്കുന്ന കണ്ടീഷൻ പ്രകാരമുള്ള റിലേഷൻ ഇതാണ്. ആണോ? ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയത്? യു സ്ക്വയർ പോയി, യു സ്ക്വയർ രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി, ജി രണ്ടും വെട്ടിപ്പോയി. ഇതിന് sin 2 alpha is equal to 3 sin squared alpha എന്ന് കിട്ടും. എവിടോട്ട് എഴുതാം? sin 2 alpha is equal to sin 3 sin squared alpha. sin 2 alpha ഒരു ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ടൂവും കൂടെ ഇല്ലേ? എവിടെയാണ്? ഡിവൈഡഡ് ബൈ 2g ആഡ് 2 ഉണ്ടാവും. ഓക്കെ, മൈ മിസ്റ്റേക്ക്. താഴെ മുകളിലൂടെ എടുത്ത് എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. അങ്ങനെ മിസ്റ്റേക്ക് വരുത്തരുത്. ഇത് സോൾവ് ചെയ്തേ. ഫൈൻഡ് ഔട്ട് ആൽഫ. ഇവിടെ ആൽഫ കണ്ടുപിടിച്ചാൽ മതി. sin 2 alpha ഒരു ഇക്വേഷൻ അറിയാമല്ലോ. വാട്ട് ഈസ് sin 2 alpha? 2 sin alpha cos alpha that is equal to 3/2 into sin squared alpha. sin squared alpha എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു sin alpha വരും. sin alpha into sin alpha എന്നുള്ള രീതിയിൽ എഴുതാം. ഇതിൽ ഏതൊക്കെ കട്ട് ചെയ്ത് പോയി? ഇത് നമുക്ക് ഏതൊക്കെ കട്ട് ചെയ്യാം? sin alphയും കട്ട് ചെയ്യാം. ബാക്കി ഏത് വന്നു? 2 cos alpha is equal to 3/2 sin alpha. That is sin alpha by cos alpha എന്ന് പറയുന്നത് നമുക്ക് tan alpha എന്ന് പറഞ്ഞിട്ട് എഴുതാം. That is 4/3 എന്ന് പറയും. tan alpha is equal to 4/3 എന്ന് വരും. That is equal to എത്ര വരും? alpha is equal to tan inverse 4/3. വ്യക്തമാണോടെ? ക്ലിയർ ആണോ? ഓക്കെ, tan inverse 4/3 വാല്യൂ കണ്ടുപിടിക്കാം. ഇത് ചെയ്ത് നോക്കട്ടോ, വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ചെയ്ത് നോക്കുക. അറ്റൻഡൻസ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കുക. റോൾ നമ്പറും അറ്റൻഡൻസും പേരും റോൾ നമ്പറും ചാറ്റ്. പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്ത് ആൽഫ കണ്ടുപിടിക്കണം. ഇനി ആർക്കും കിട്ടിയോ വാല്യൂ? ആർക്കെങ്കിലും കിട്ടിയോ? വാല്യൂ ഓഫ് ആൽഫ. ആർക്കെങ്കിലും കിട്ടിയോ വാല്യൂ ഓഫ് ആൽഫ? ആർക്കും കിട്ടിയില്ല. എല്ലാവരും പോകാനുള്ള വെപ്രാളത്തിലാണല്ലോ. Yes. 53.13. ഇതാണ്
ഈ ടൈപ്പ് പ്രോബ്ലംസ് ആണ് യൂണിവേഴ്സിറ്റി ചോദിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഇത് ഇട്ടതിന് ശേഷം കിട്ടിയ കേട്ടോ, എല്ലാവരും കിറ്റ് ചെയ്യുക. എന്തെങ്കിലും മെസ്സേജ് ചെയ്തതിന് ശേഷം കിറ്റ് ചെയ്യുക. ക്ലാസ് കഴിഞ്ഞു.